ഹലോ, വെൽക്കം ടു ഓൾ തിങ്സ് ലൈവ്. ഇന്ന് ഞാൻ ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഗോവൻ ബീഫ് എന്താണ് അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉണ്ടാക്കുന്ന ആവശ്യമുള്ള സാധനങ്ങൾ: ബീഫ് ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബീഫ്, 1/2 കിലോ ബീഫ്. അത് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് വേവിച്ച്. ഒരു ബീഫ് വേവിക്കുമ്പോൾ നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അത് ഇങ്ങനെ നമ്മൾ ഇതാക്കി കഴുകിയെടുത്ത് അത് ഇതാക്കിയാൽ ഒരു 1/4 ഗ്ലാസ് തൊട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കുക. ബീഫിൻ്റെ ഇതുപോലെ ഇരിക്കും. സാധാരണ ഒരു 20 മിനിറ്റ് തൊട്ട് 1/2 മണിക്കൂറിനുള്ളിൽ വെന്ത് കിട്ടും, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അങ്ങനെ വേവിച്ചെടുത്ത ബീഫ് ഒരു 1/2 കിലോ. പിന്നെ അതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാനുണ്ട്. മസാല ഉണ്ടാക്കാൻ ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ഒരു സവാള, ഫുള്ളായിട്ട് ഒരു സവാള അത് നമ്മൾ കട്ട് ചെയ്തിടുക. പിന്നെ ഒരു പീസ് ജിഞ്ചർ, കുറച്ച് ഗാർലിക്, പോഡ് ഗാർലിക് എന്ന് തന്നെ പറയാം, കുറച്ച് ഗാർലിക്ക്. പിന്നെ അതിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ മതി. പിന്നെ ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഒരു നുള്ള് കടുക് മതി. പിന്നെ ജീരകം 1 ടീസ്പൂൺ, നല്ല ജീരകം. പെരുംജീരകം 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ ഒരു പുളിയാണ് ഇതിൻ്റെ ഗോവൻ ബീഫ് എന്തായാലും പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ചെറിയ പുളിപ്പ് ഉണ്ടാവും ഇതിൽ. ഗോവൻ്റെ ഒരു ടേബിൾ സ്പൂൺ സുർക്ക, ഇത്ര മതി. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അത് നന്നായി നല്ല വെണ്ണ പോലെ അരച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിൽ ഓയിൽ ഒഴിക്കാം. ഈ ഓയിൽ ചൂടാകുമ്പോൾ ആയിട്ടുള്ളൊരു ഡിഷ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ട് ഒന്ന് പറിച്ച് വെള്ളം. തള വന്നാൽ ബീഫ് ഇതിലേക്ക് കൊടുക്കാം. വെള്ളം ബീഫിലില്ലാണ്ടായ പ്രശ്നങ്ങളില്ല. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.